ഏവർക്കും നമസ്കാരം. ഇന്ന് ഈ പാഠഭാഗത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് മെയിൽ മെർജിങ്ങിനെ കുറിച്ചാണ്. മെയിൽ മെർജിങ് വഴി എങ്ങനെ കുറേ ആൾക്കാർക്ക് ഒരു ഇമെയിൽ അയച്ചു കൊടുക്കണമെങ്കിലും നമുക്ക് ഒരു ലിസ്റ്റ് ആൾക്കാർ ഉണ്ടെന്ന് വിചാരിക്കുക. അവർക്ക് മെയിൽ മെയിൽ വഴി മെയിൽ വഴി അയച്ചു കൊടുക്കുന്നതിനോ അതോ ലെറ്റർ വഴി അയച്ചു കൊടുക്കുന്നതിനോ വേണ്ടിയാണ് മെയിൽ മെർജിങ് ഉപയോഗിക്കുന്നത്. മെയിൽ മെർജിങ് മെയിൽ മെർജിങ്ങിനെ പറ്റി നോക്കാം നമുക്ക്. മെയിലിംഗ് ഇവിടെ ഒരു മെയിലിങ്സ് എന്ന് പറയുന്നൊരു ബട്ടൺ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അത് സ്റ്റാർട്ട് മെയിൽ മെർജ് കൊടുക്കുക. അതിൽ ലെറ്ററോ ഇമെയിലോ മെസ്സേജോ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ കൊടുക്കാം. ലെറ്റർ ആണെങ്കിൽ ലെറ്റർ എന്ന് അമർത്തുക. ലെറ്റർ ആണ് വേണ്ടത്. സെലക്ട് റിസപ്ഷൻ ടൈപ്പ് ന്യൂ. അടുത്തതായിട്ട് ചെയ്യേണ്ടത് സെലക്ട് റിസപ്ഷൻ നെക്സ്റ്റ് ആണ്. ടൈപ്പ് ന്യൂ ലിസ്റ്റ്. ഈ ആർക്കൊക്കെയാണ് നമ്മൾ അയക്കാൻ പോകുന്നത് അതിവിടെ അടിച്ചു കൊടുക്കുക. ബാബു ഇവിടെ ആദ്യം ടൈറ്റിൽ ഒന്നും വേണ്ട, അതുകൊണ്ട് കസ്റ്റമൈസ് ചെയ്ത് അതൊക്കെ ഡിലീറ്റ് ആക്കുകയാണ്. ടൈറ്റിൽ ഡിലീറ്റ് ആക്കുകയാണ്. ഫസ്റ്റ് നെയിം വേണം, ലാസ്റ്റ് നെയിം വേണം, കമ്പനി നെയിം വേണ്ട, അഡ്രസ് ലൈൻ ഒന്ന് മതി. സിറ്റി, സ്റ്റേറ്റ്, സിപ്പ് കോഡ്, കൺട്രി വേണ്ട, കൺട്രി റീജിയൻ ഒന്നും വേണ്ട, ഹോം ഫോൺ വേണ്ട, വർക്ക് ഫോൺ വേണ്ട, ഇമെയിൽ അഡ്രസ് വേണം. ഓക്കെ കൊടുക്കുക. ഫസ്റ്റ് നെയിം ബാബു എന്ന് കൊടുക്കുക. ബാബു എന്നൊരാൾക്ക് വേണ്ടിയാണ് അയച്ചു കൊടുക്കേണ്ടത്. ഫസ്റ്റ് ആയിട്ട് അയച്ചു കൊടുക്കേണ്ടത് ബാബു. അതിൽ VP എന്ന് ഇനിഷ്യൽ കൊടുക്കുക. അഡ്രസ് എന്തെങ്കിലും കൊടുത്താൽ മതി, ഒരു ഉദാഹരണത്തിന് ഇടുന്നതാണ്. സിറ്റി കണ്ണൂർ, സ്റ്റേറ്റ് കേരള, സിപ്പ് കോഡ് 670-693. ഇമെയിൽ അഡ്രസ് babu123@gmail.com. രണ്ടാമത്തേത് സുരേഷ്, ലാസ്റ്റ് നെയിം JK. അഡ്രസ് തോന്നുന്നത് ഇട്ട് കൊടുക്കുകയാണ്. സിറ്റി പാനൂർ, സ്റ്റേറ്റ് കേരള, $658. സുരേഷ് @gmail.com. ബാലൻ R. സിറ്റി പരവൂർ, കേരള. ബാലൻ email.com
അതുപോലെ ന്യൂ എൻട്രി കൊടുത്ത് ഒരാളുടെയും കൂടി പേര് ജിൻഡോ VP കോഴിക്കോട് കൊച്ചി കേരള സിപ്പ് കോഡ് 593 ജിൻഡോ ഇമെയിൽ ജിൻഡോ 588@gmail.com ഇതൊക്കെ ഇതിൽ അടിച്ചതിന് ശേഷം ഓക്കെ കൊടുക്കുക. അതിൽ ഡാറ്റ ടു എന്ന സേവ് കൊടുത്തിരിക്കുകയാണ് ഇവിടെ തന്നെ. അതിനുശേഷം എഡിറ്റ് റിസപ്ഷനിസ്റ്റ് ലിസ്റ്റ് എന്ന് കാണാം. അതൊന്നും ചെയ്യണ്ട. ഇൻസേർട്ട് മെർജ് ഫീൽഡ് കൊടുക്കുക. ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം അതിൻ്റെ ഇടയ്ക്ക് ഒരു സ്പേസ് കൊടുക്കുക. ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഇൻസേർട്ട് മെർജ് ഫീൽഡ് അഡ്രസ് സിറ്റി സ്റ്റേറ്റ് സിപ്പ് കോഡ് ഓക്കെ ഇത് കൊടുത്തിരിക്കുന്നു. ഇനി ഇതിന്റെ അവസാന ഭാഗമാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇത് ഫിനിഷ് മെർജ് എന്ന് കൊടുക്കുക. ഫിനിഷ് മെർജ് കൊടുത്താൽ ഫിനിഷ് മെർജ് എഡിറ്റ് ഇൻഡിവിജ്വൽ ഡോക്യുമെന്റ് ഓക്കെ ആക്കി കൊടുക്കുക. ഇതാ ഓരോരാളുടെ ഡീറ്റെയിൽസ് ബാബു VP അഡ്രസ് കൊടുത്തിരിക്കുന്നു. കണ്ണൂർ കേരള ബാബു 123 Gmail ഇമെയിൽ കാണാം നമുക്ക്. അതുപോലെ രണ്ടാമത്തത് സുരേഷിന്റെ അഡ്രസ്സിലേക്ക് പോയിരിക്കുന്നു. സുരേഷിന്റെ Gmail കാണാം. അടുത്തതായി ബാലൻ VP അയാളുടെ അഡ്രസ്സിലേക്ക് പോയി അവരുടെ ലിസ്റ്റ് കാണാവുന്നതാണ് നമുക്ക്. മൂന്നാമത്തെ ജിൻഡോ, നാലാമത്തെ ജിൻഡോ. ഓക്കെ എല്ലാം കണ്ട് എല്ലാം ഇമെയിൽ മർജിനും കൂടെ ചെയ്യുന്നതാണിത്. ഇമെയിൽ മർജ് വഴി നമുക്ക് കുറേ ആൾക്കാർക്ക് ഇങ്ങനെ അയച്ചു കൊടുക്കാം. ഇങ്ങനെ ഇമെയിലൊക്കെ അയച്ചു കൊടുക്കാം. ഇമെയിൽ ലെറ്റർ തുടങ്ങിയവയിലൂടെ അയച്ചു കൊടുക്കാവുന്നതാണ്. ഓക്കെ അടുത്ത പാഠഭാഗത്തിൽ നമുക്ക് കാണാം.